എല്ലാവർക്കും ഡിറക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും തകൃതിയായി നടക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു പാറ്റേണിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, വിക്ടിം ബ്ലെയിമിങ്. എന്തൊക്കെ തരത്തിലാണ് സമൂഹം വിക്ടിം ബ്ലെയിമിങ് നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് എന്ന് പറയുന്നത്, കുറ്റം നടന്നാണെന്ന് സ്ത്രീയുടെ സ്വഭാവം ശരിയല്ല എന്ന രീതിയിലുള്ള ഗവേഷണങ്ങളിലൂടെയാണ് വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, അന്ന് സ്ത്രീ മദ്യപിച്ചിരുന്നു, അന്ന് സ്ത്രീ ഒറ്റയ്ക്കാണ് പോയത്, അന്ന് സ്ത്രീ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു, അന്ന് സ്ത്രീ കൂട്ടുകാരോടൊപ്പം കറങ്ങിപ്പോയി, അന്ന് ഇട്ട ഡ്രസ്സ് ശരിയല്ലായിരുന്നു, അന്ന് സ്ത്രീ രാത്രിയിൽ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി എക്സാമ്പിൾസ്. രണ്ടാമത്തേത്, അന്നുള്ള സ്വഭാവമല്ലാതെ വിക്ടിമിൻ്റെ പൊതുവായ ഒരു സ്വഭാവം വെച്ചിട്ട് കുറ്റം കണ്ടെത്തുക എന്നതാണ്. ഈ സ്ത്രീ പൊതുവെ പ്രൊമിസ്ക്യസ് ആണ്, അഥവാ ഒരുപാട് ലൈംഗിക ബന്ധങ്ങളും ഒരുപാട് ലവ് അഫെയർസും ഉള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി പൊതുവെ മണ്ടിയാണ്, ഈ വ്യക്തി പൊതുവെ റിസ്ക് എടുക്കുന്നവളാണ്. അപ്പം അങ്ങനെയുള്ള സ്വഭാവങ്ങൾ വെച്ചിട്ട് വിക്ടിം ബ്ലെയിം നമ്മൾ ചെയ്യാറുണ്ട്. മൂന്നാമത്തെ വിക്ടിം ബ്ലെയിം എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യം നടക്കുന്ന സിറ്റുവേഷനെ ചുറ്റിപ്പറ്റിയാണ്. ഹോട്ടലുകളിൽ പിന്നെ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, പാർട്ടികളിൽ പിന്നെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഒറ്റയ്ക്ക് കാർ പാർക്കിൽ പോകരുതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, സിനിമകളിൽ അഭിനയിച്ചാൽ പിന്നെ ഇതൊക്കെ നടക്കൂലേ. നാലാമതൊരു രീതിയിലുള്ള വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുന്നത് ഈ കുറ്റകൃത്യത്തിന് ശേഷം ഇര എടുക്കുന്ന നടപടികൾ പര്യാപ്തമല്ല എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ എന്തുകൊണ്ട് പേര് പറഞ്ഞില്ല, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആർജവമില്ലായിരുന്നു, എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി, എന്തുകൊണ്ട് പോലീസിനെ വിളിക്കാൻ വൈകി, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഈ തരത്തിലുള്ള നാലാമത്തെ തരത്തിലുള്ള വിക്ടിം ബ്ലെയിമിംഗ് നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ വിക്ടിം ബ്ലെയിമിംഗ് ചെയ്യുന്നത്? പല ഉത്തരങ്ങൾ സാമൂഹിക ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിലെ ഓരോ തിയറികൾ നോക്കാം. 1966 ഇലൈൻ വാൾസ്റ്റർ കൊണ്ടുവന്ന ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഡിഫെൻസീവ് അട്രിബ്യൂഷൻ തിയറി. ഈ തിയറി പ്രകാരം എനിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകുമോ എന്ന നമ്മുടെ ചിന്തകളെ ശമിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു മെക്കാനിസമാണ് വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ഈ സിറ്റുവേഷനിൽ വൾണറബിളാണ്, നമുക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ് എന്ന നമ്മുടെ ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു മെക്കാനിസമാണ് വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമോ എന്ന ഭയത്തെ ആശ്വസിപ്പിക്കാൻ നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം അഥവാ ചെറിയ ഒരു ടെക്നിക്കാണിത്. ഇതിന് പ്രധാനമായും 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ഇത്തരം സിറ്റുവേഷൻസിൽ എത്രത്തോളം ഞാൻ വൾണറബിൾ ആണ് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ഇരയുമായിട്ട് ഞാൻ എത്രത്തോളം സാമ്യമുള്ള വ്യക്തിയാണ് എന്നൊരു ബോധ്യമുണ്ടായിരിക്കണം. ഈ 2 ബോധ്യങ്ങൾ കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വിക്ടിമിനെ ബ്ലെയിം ചെയ്യുമോ ചെയ്യാതിരിക്കുമോ എന്ന ഒരു റിസൾട്ട് വരുന്നത്. എത്രത്തോളം ഇരയോട് സാമ്യമുള്ള വ്യക്തിയായിട്ട് നമുക്ക് സ്വയം തോന്നുന്നു, അത്രത്തോളം നമ്മൾ വിക്ടിം ബ്ലെയിം ചെയ്യാനുള്ള സാധ്യത കുറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ രാത്രിയിൽ ഇറങ്ങാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ രാത്രിയിൽ ഇറങ്ങുന്ന സ്ത്രീ ലൈംഗിക അതിക്രമത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എന്തായാലും പോകത്തില്ലല്ലോ, അവൾ അങ്ങനെ പോയി, അപ്പം അത് അവളുടെ കുറ്റമാണ് എന്ന രീതിയിലുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം നമ്മൾ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ സിമിലർ സാഹചര്യത്തിൽ എനിക്ക് എത്രത്തോളം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നൊരു ബോധ്യം കൂടി ഇതിനെ ഫാക്ടറിങ് ചെയ്യുന്നുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് പെർസീവ്ഡ് ആയിട്ടുള്ള സിമിലാരിറ്റിയാണ് കൂടുതൽ വിക്ടിം ബ്ലെയിമിങ്ങിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് എത്രത്തോളം ആ വിക്ടിമിൽ നിന്നും വിഭിന്നമായ ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊരു ബോധ്യം എനിക്കുണ്ടാകുന്നു, അത്രത്തോളം ഞാൻ ആ വിക്ടിമിനെ ബ്ലെയിം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പെർസീവ്ഡ് സിമിലാരിറ്റി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതിൻ്റെ അർത്ഥം ശരിക്കും ഇവർ തമ്മിൽ സിമിലർ ആകണമെന്നില്ല, ഇവർ സിമിലർ ആണോ അല്ലയോ എന്ന ഒരു തോന്നൽ മാത്രം മനുഷ്യന് ഉണ്ടായാൽ മതി. ഉദാഹരണത്തിന്, വിക്ടിമും ഈ ബ്ലെയിം ചെയ്യുന്ന വ്യക്തിയും ഒരേ സ്വഭാവമുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ ഈ ബ്ലെയിം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ ഞാൻ എന്തോ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് എന്നൊരു ബോധ്യം മാത്രം മതി വിക്ടിം ബ്ലെയിം ചെയ്യാൻ. അടുത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വേൾഡ് തിയറി എന്ന് പറയുന്ന ഒരു തിയറിയിലുള്ള വിശ്വാസമാണ്. ഇത് ബേസിക്കലി കഴിഞ്ഞ ഒരു വീഡിയോയിൽ മെറിറ്റോക്രസിയെ പറ്റി നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ രാജേഷ് ആർ പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഉട്ടോപ്പിയൻ ഡിലൂഷൻ. അതുമായിട്ട് വളരെ സാമ്യമുള്ളൊരു സംഭവമാണ്. അതായത് ജസ്റ്റ് വേൾഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം വളരെ പെർഫെക്റ്റ് ആണ് എന്നൊരു വിശ്വാസമാണ്. ഒരു പെർഫെക്റ്റ് ലോകത്ത് ആളുകൾക്ക് അർഹിക്കുന്നതാണ് കിട്ടുന്നതേ അർഹിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ജസ്റ്റ് വേൾഡിൽ റേപ്പ് വിക്ടിംസ് എന്നത് ഒരു വൈരുദ്ധ്യമാണ്. ജസ്റ്റ് ആയ ഒരു ലോകത്ത് റേപ്പ് വിക്ടിംസ് ഉണ്ടാവാൻ പാടില്ലല്ലോ. ഈ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നായിരിക്കും ജസ്റ്റ് വേൾഡിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് വേൾഡിൽ ഒരു റേപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വേൾഡ് ജസ്റ്റ് അല്ല എന്ന ഒരു തീരുമാനത്തിലെത്തണം, അല്ലെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് അർഹതപ്പെട്ട എന്തോ സംഭവമാണ് അവിടെ കിട്ടിയത് എന്നതിലെത്തണം. പക്ഷേ ജസ്റ്റ് വേൾഡ് ആണ് ലോകം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് കോഗ്നിറ്റീവ് ഡിസോണൻസ് ഉണ്ട്, അഥവാ എൻ്റെ വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് ഒരിക്കലും അവർ അംഗീകരിക്കില്ല. അപ്പോൾ അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അവിടെ വിക്ടിം എന്തോ മോശം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്കത് ഉണ്ടായിട്ടുള്ളത്, കാരണം ലോകം പെർഫെക്റ്റ് ആണല്ലോ. ഇത്തരം ചിന്ത
കൂടുതലും കൺസർവേറ്റീവ് സമൂഹങ്ങളിലും സമൂഹത്തിലൊരു ഓർഗനൈസ്ഡ് ഹയറാർക്കി ഉണ്ടായിരിക്കണം എന്ന ചിന്തയുള്ള മനുഷ്യരിലുമാണ് കൂടുതലുള്ളത്. അത്തരം ചിന്തയുള്ള ആളുകൾ കൂടുതൽ വിക്ടിം ബ്ലെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെയുള്ളൊരു കാരണം എന്ന് പറയുന്നത് ആംബിവലൻസ് സെക്സിസം. എന്താണ് ആംബിവലൻസ് സെക്സിസം? ഈ സെക്സിസത്തെ നമുക്ക് 2 മാനങ്ങളുണ്ടെന്ന് പറയാൻ പറ്റും. ഒന്ന് ഹോസ്റ്റൈൽ സെക്സിസം, അഥവാ സ്ത്രീകൾക്കെതിരെ ചില നെഗറ്റീവായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് കൊണ്ടു നടക്കാം. സ്ത്രീകൾ കഴിവില്ലാത്തവരാണ്, സ്ത്രീകൾ മനുഷ്യനെ ഊറ്റി നടക്കുന്നവരാണ്, സ്ത്രീകൾ സമൂഹത്തിലെ എല്ലാ ഗുണങ്ങളും അടിച്ചെടുത്തുകൊണ്ട് പോകുന്നവരാണ്, സ്ത്രീകൾ പറ്റിക്കുന്നവരാണ്, സ്ത്രീകൾ ഗോൾഡ് ഡിഗേഴ്സാണ്. ഇങ്ങനെയുള്ള മോശം നെഗറ്റീവ് ആട്രിബ്യൂട്ട്സ് കൊണ്ട് സ്ത്രീകളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുക. രണ്ടാമത്തേതാണ് ബെനവലൻസ് സെക്സിസം. ഹോസ്റ്റൈൽ സെക്സിസത്തിൽ നിന്ന് ബെനവലൻസ് സെക്സിസത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ വ്യത്യാസം കാണാം. ഇവിടെ സ്ത്രീകളെ പോസിറ്റീവായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്, സ്ത്രീകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, സ്ത്രീകളുടെ കാലിനടിയിലാണ് സ്വർഗം, സ്ത്രീകൾ കുക്ക് ചെയ്യുമ്പോൾ ആണ് ബെസ്റ്റ് ഫുഡ് ഉണ്ടാകുന്നത്, സ്ത്രീകൾ കെയർ ചെയ്താൽ മാത്രമേ കുട്ടികൾ വളരുകയുള്ളൂ. കുടുംബം സമ്പൂർണ്ണമാകുന്നത് ആ ഒരു വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ കുടുംബത്തിലുണ്ടാകുമ്പോഴാണ്. ഈ 2 തരത്തിലുള്ള സെക്സിസം കാരണം നമ്മൾ സമൂഹത്തിൽ സ്ത്രീകളെ 2 ഗ്രൂപ്പായിട്ട് കാണുന്നു. ഒന്ന്, നല്ല സ്ത്രീകൾ, വീട്ടിൽ കുടുംബപരമായിട്ട് ദാമ്പത്യത്തിൽ അവരുടെ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്ന നല്ല സ്ത്രീകളും, പിന്നെ ഫെമിനിസവും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും അങ്ങനെ പല പാഷനേറ്റായിട്ട് സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന മോശം സ്ത്രീകളും. ഈ 2 തരത്തിലായിട്ട് സ്ത്രീകളെ കാറ്റഗറൈസ് ചെയ്യുന്ന ആളുകൾ വിക്ടിംസിനെതിരെ ഒരു മോശം അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും നമുക്ക് പഠനങ്ങളിലൂടെ കാണാൻ പറ്റുന്നു. ഇതിൽ ഹോസ്റ്റൈൽ സെക്സിസത്തെക്കാട്ടിലും കൂടുതൽ പ്രശ്നകരം ബെനവലൻസ് സെക്സിസമാണ് എന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പരിചയമുള്ള ആളുകളിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിട്ട ഇരകളെ കൂടുതൽ ബ്ലെയിം ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ കൂടുതൽ ബ്ലെയിം ചെയ്യാനുള്ള ടെൻഡൻസി ബെനവലൻസ് സെക്സിസം ഉള്ളവർക്കാണുള്ളത് എന്നതും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാരണമാണ്, സെക്സിസ്റ്റ് ചിന്തകൾ, സമൂഹത്തിലുള്ള ഈ 2 തരത്തിലുള്ള സെക്സിസ്റ്റ് ചിന്തകൾ. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ റേപ്പ് മിത്ത് അക്സെപ്റ്റൻസ്, അഥവാ ലൈംഗിക അതിക്രമങ്ങളോ ബലാത്സംഗത്തെക്കുറിച്ചുള്ള തെറ്റായ ചില വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുക. റേപ്പോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെക്ഷലി മോട്ടിവേറ്റഡ് ക്രൈമാണ്. അതായത് ലൈംഗിക താല്പര്യങ്ങളെ മാത്രം ബേസ് ചെയ്താണ് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാവുക എന്ന ഒരു അന്ധവിശ്വാസം കൊണ്ടു നടക്കുക. പരിചയമുള്ള വ്യക്തികളിൽ നിന്നല്ല, പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്നാണ് റേപ്പ് ഉണ്ടാവുക എന്ന തെറ്റായ ഒരു വിശ്വാസം കൊണ്ട് നടക്കുക. ചില സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു തെറ്റായ ധാരണ കൊണ്ടാണ്. ഇത്തരം റേപ്പ് മിത്തുകൾ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ വിക്ടിംസിനെ ബ്ലെയിം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ മനസ്സിൽ അവർ ലൈംഗിക അതിക്രമം അഥവാ റേപ്പ് ഇതിനെക്കുറിച്ച് കുറച്ച് മിത്തുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. ആ മിത്തിനോട് ചേരാത്ത ഏതെങ്കിലും ഇൻസിഡൻസ് വരുമ്പോൾ അതിൽ പ്രതി മാത്രമല്ല വിക്ടിമും അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്, ആ ഇരയാവുന്നതിൽ ഒരു ഉത്തരവാദിത്തം ഇരയ്ക്കുമുണ്ട് എന്ന രീതിയിലേക്ക് അവർ തീരുമാനമെടുക്കുന്നു. 4ാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം. ചില രീതിയിലുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ചിന്തകളും വിക്ടിം ബ്ലെയിമിന് കാരണമാകാറുണ്ട്. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് തിയറി പ്രകാരം നിങ്ങളുടെ ചോയ്സുകളും നിങ്ങളുടെ ആക്ഷൻ്റെയും ഓണർഷിപ്പ് നിങ്ങളുടെയാണ്. നിങ്ങൾ ഒരു ചോയ്സ് എടുത്തൊരു മോശം റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നല്ലൊരു റിസൾട്ട് ഉണ്ടായെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾ എന്ന ഇൻഡിവിജ്വൽക്കാണ്. അപ്പോൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ചില തിയറീസ് എടുക്കുന്ന ആളുകളുടെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ത്രീ ഇൻഡിവിജ്വലി ഈ വിഷയത്തിൽ കുറച്ചും കൂടെ നല്ലപോലെ പെർഫോം ചെയ്യായിരുന്നു, എന്തുകൊണ്ട് അവൾ ഫൈറ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് അവൾ സെൽഫ് ഡിഫെൻസിനുള്ള എക്സ്ട്രാ മെക്കാനിസംസ് എടുത്തില്ല, എന്തുകൊണ്ട് അവൾ പോലീസിനെ നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല. ഇതെല്ലാം അവളുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. ഇതൊക്കെ ഇവളുടെ ചോയ്സുകളിൽ അവൾക്ക് എടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളായിരുന്നു, എന്നിട്ടും അവൾ എടുത്തില്ല. അപ്പോൾ ഇവൾക്ക് ഇതിനകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കാരണം ഈ ഇൻഡിവിജ്വലിസം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഇതുണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. റേപ്പിസ്റ്റിന് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ചെയ്ത ആളുകളെ കായികപരമായി നമ്മൾ ചെയ്യണമായിരുന്നു, അതിനുള്ള ആർജവം അവർക്കുണ്ടാവണമായിരുന്നു, തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടായിരുന്നു, മുഖം നോക്കി അടിക്കാനുള്ള ആർജവം ഉണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഈ ചോയ്സ് എടുത്ത നിങ്ങളാണ്, അതിന് നിങ്ങളും റെസ്പോൺസിബിളാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ ഇത് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. വിക്ടിം ബ്ലെയിമിങ് എന്തുകൊണ്ട് പ്രശ്നമാകുന്നു? സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, പെർഫെക്റ്റ് ഇംപെർഫെക്റ്റ് എന്ന രണ്ട് എക്സ്ട്രീംസിൻ്റെ ഇടയ്ക്ക് ഒരു സ്പെക്ട്രത്തിലാണ് വിക്ടിംസ് നിലനിൽക്കുന്ന എന്ന ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. വിക്ടിംസിന് നോൺ വിക്ടിംസുമായിട്ട് വ്യത്യസ്തമായ എന്തോ സ്വഭാവമുണ്ട് എന്ന തെറ്റായ ഒരു നോഷൻ സമൂഹത്തിലേക്ക് കൊണ്ടു നടക്കുന്നു. കാരണം വിക്ടിംസിനെ ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, മറ്റു മനുഷ്യർ ചെയ്യാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഒരു വിക്ടിം ആയത് എന്നൊരു ഫോൾസ് നോഷൻ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഇതുവഴി പ്രതിയിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ കുറ്റക്കാരനും വേട്ടക്കാരൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ചർച്ചകൾ മുഴുവൻ വഴിതിരിഞ്ഞ് ഈ ഇരകളുടെ മുകളിലാവുന്നു. ഇരകളുടെ പ്രശ്നങ്ങൾ, ഇരകൾ എന്തുകൊണ്ട് അങ്ങനെ ഇതില്ല എന്നുള്ള ചർച്ച മുഴുവൻ പിന്നെ വേട്ടക്കാരനെ പറ്റിയല്ല, ചർച്ച മുഴുവൻ പിന്നെ ഇരകൾ എടുത്ത ചോയ്സുകൾ, ഇരകൾ എടുത്ത തീരുമാനങ്ങൾ, ഇരകൾ ഇട്ട ഡ്രസ്സ്, ഇരകൾ
റിപ്പോർട്ട് ചെയ്യാൻ എടുത്ത സമയം ഇതിനെക്കുറിച്ചായിരുന്നു. മുഴുവൻ ഉത്തരവാദിത്വം വേട്ടക്കാരനാകേണ്ടിയിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ചർച്ച മാറി ഉത്തരവാദിത്വം ഇരയുടെയാണ് എന്ന രീതിയിലേക്ക് പോകും. ഇനി നമുക്ക് കുറച്ച് വിക്ടിം ബ്ലെയിം കേസ് സ്റ്റഡീസ് നമുക്ക് നോക്കാം. മലയാളത്തിലെ പ്രശസ്തയായിട്ടുള്ളൊരു ഗായിക തനിക്ക് ബസ്സിലും കുടുംബത്തിലും ഒക്കെ നേരിട്ടേണ്ടി വന്നിരുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഒരു പാട്ടുണ്ടാക്കുന്നു. ആ പാട്ടിനെ കളിയാക്കിക്കൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. റിയാക്ഷൻ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, ഓ തിരക്കുള്ള ബസ്സിൽ ഞാൻ കയറില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് കയറിയത്, എൻ്റെ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ലല്ലോ, ഓ നിൻ്റെ കുടുംബം ഇങ്ങനെ ഒരു മോശം കുടുംബമാണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇദ്ദേഹം ഇവിടെ വിക്ടിം ബ്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ സ്ത്രീ തിരക്കുള്ള ബസ്സിൽ എന്തുകൊണ്ട് കയറി, ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് പോയി, ആ ചോയ്സിനെയാണ് ചോദ്യം ചെയ്യുന്നത്. തിരക്കുള്ള ബസ് എന്ന സിറ്റുവേഷനിൽ പിന്നെ ഇതൊക്കെയല്ലേ നടക്കുന്നത്. ബസ്സിൽ തിരക്കുണ്ടെങ്കിലും തിരക്കില്ലെങ്കിലും അവിടെ ലൈംഗിക അതിക്രമം പാടില്ല എന്ന മെസ്സേജ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നത് തിരക്കുള്ള ബസ്സിൽ ഈ സിറ്റുവേഷനിൽ പോയത് കൊണ്ടല്ലേ നടക്കുന്നത്, തിരക്കുള്ള ബസ്സിലേക്ക് പോകാനുള്ള ചോയ്സ് നിങ്ങൾ എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞ് വിക്ടിം ബ്ലെയിം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സീൻ 2, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനുശേഷം സ്വതന്ത്ര ചിന്തകൻ എന്ന് സ്വയം അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്യുന്നു. സിനിമയിൽ മാന്യമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഒരു മോശം അഭിപ്രായം ഉണ്ടാക്കാനും സിനിമയിൽ മാന്യമായി ജോലി ചെയ്യുന്ന സ്ത്രീകളെ പോലും വെർബൽ റേപ്പ് നടത്താൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നത് മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടായ ഏക ഗുണം എന്ന് ഈ സ്വതന്ത്ര ചിന്തകൻ വിഷമത്തോടെ പറയുന്നു. മലയാളികൾ ഞരമ്പന്മാരാണെന്നും അവർക്ക് ഇത്തരം സെക്സ് കഥകൾ പറഞ്ഞ് ചിരിക്കാൻ ഒരു അവസരമുണ്ടായി എന്നല്ലാതെ വേറൊരു ഗുണവും ഉണ്ടായില്ല എന്നും പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുന്നു. മാത്രമല്ല അദ്ദേഹം WCCക്ക് ഒരു ഉപദേശവും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച ശേഷം കൃത്യമായ പേര് പറയാതെ ഇത്തരം റിപ്പോർട്ടുകൾ എടുത്ത് നിങ്ങൾ പുറത്തിടുകയാണെങ്കിൽ സൈബർ ബുള്ളിക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നീ മുതൽ അത് ചെയ്യരുത് എന്ന രീതിയിലുള്ള ഒരു ഉപദേശം കൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി എന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് വന്ന ആളുകളുടെ പേര് വന്നിട്ടില്ല, അതിനെയാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ പേര് വന്നോ പേര് വന്നില്ലയോ എന്നതിനെക്കാട്ടിലും ഉപരി ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വിക്ടിമൈസേഷൻ ഈ സമൂഹത്തിലും സിനിമാ മേഖലകളിലും നടക്കുന്നുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്നതിന് പകരം അദ്ദേഹം അതിനെ വിമർശിക്കാൻ വേണ്ടി വോയിസ് റേസ് ഔട്ട് ചെയ്ത സംഘടനാ കമ്മിറ്റി അവരുടെ എഫേർട്ടിനെയാണ് അദ്ദേഹം ബ്ലെയിം ചെയ്യുന്നത്. ബ്ലെയിം തിരിച്ചിടുകയാണ്. സീൻ 3, മതം വിട്ട വ്യക്തികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയിൽ സഹപ്രവർത്തകനാൽ ഒരു മോശം അനുഭവം ഉണ്ടായ ഒരു സ്ത്രീക്ക് നീതി ലഭിച്ചില്ല എന്നൊരു വിമർശനം സംഘടനയ്ക്കെതിരെ ഉണ്ടാകുന്നു. ഇതിന് മറുപടിയായിട്ട് സംഘടനയുടെ തലപ്പത്തുള്ള ഒരു സ്ത്രീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. എനിക്ക് പരാതിയൊന്നും കിട്ടിയില്ലായിരുന്നു, പരാതിയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു ആ ഒരു പോസ്റ്റിൻ്റെ സാരം. എന്നാൽ അതേ സമയത്ത് തന്നെ ഇര മറുപടിയായിട്ട് വരുന്നു, ഞാൻ പരാതി തന്നിരുന്നു, നിങ്ങൾക്കും തന്നിരുന്നു, പ്രസിഡൻറ്റിനും തന്നിരുന്നു, അന്ന് നിങ്ങൾ എന്നോട് തിരിച്ചു പറഞ്ഞത് അവൻ എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയില്ലല്ലോ എന്നായിരുന്നു. ഇതിന് മറുപടിയായിട്ട് ആദ്യം പോസ്റ്റ് എഴുതിയ സ്ത്രീ വീണ്ടും ഒരു FB കുറിപ്പ് ഇരയ്ക്കെതിരെ എഴുതുന്നു. സുന്ദരിയായ ഇര എന്നെ ധാർമ്മികത പഠിപ്പിക്കേണ്ട. ഇര കല്യാണം കഴിഞ്ഞ് ദുബായിൽ കറങ്ങാൻ പോയിട്ടുണ്ട്. 2 കുട്ടികൾ കൂടി ഉണ്ടായിട്ടാണ് ഇര ഇത് ചെയ്തത് എന്നത് ഇരയുടെ ഭാഗത്ത് നിന്ന വലിയൊരു തെറ്റാണ്. മതം വിട്ട് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഇത്തരം പോസ്റ്റുകൾ എഴുതുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനെ കൂടുതൽ കോമഡി ആക്കുന്നത് ഈ സ്ത്രീ മുസ്ലിം സമൂഹത്തിലെയും ഇസ്ലാമിലെയും സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയ ഫൈറ്റുകൾ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ അവർ വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, അവർക്ക് കുട്ടികളുണ്ടോ ഇല്ലയോ, അവർ ദുബായിൽ പോയോ ഇല്ലയോ, അവർ കറങ്ങാൻ പോയോ ഇല്ലയോ, അവർ സുന്ദരിയാണോ അല്ലയോ, ഇതൊന്നും തന്നെ ഈ വിഷയത്തിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന കാര്യമല്ല അവരതിവിടെ സ്ട്രെസ് ചെയ്യുന്നത്. അവരിവിടെ സ്ട്രെസ് ചെയ്യുന്നത് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളും ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും ഇവരുടെ ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഇവരെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ഈ സിറ്റുവേഷനിൽ ഇവർ ഉപയോഗിക്കുന്നത്. സീൻ 4, ഇദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട ഒരു മതവിമർശകനാണ്. അദ്ദേഹം എഴുതിയൊരു പോസ്റ്റ്. അദ്ദേഹം അവിടെ പ്രതികരിക്കുന്നത് യഥാസമയം പ്രതികരിക്കാതെ സകല ഗുണങ്ങളും അനുഭവിച്ചതിന് ശേഷം മോങ്ങാൻ പാടില്ല എന്നാണ്. ഇത് ഇവിടെ ആ സമയത്ത് പറയാൻ പറ്റിയില്ല, വിക്ടിമിന് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നും വിക്ടിം അതിനുശേഷം പല ഗുണങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതുകൊണ്ട് അതൊരു ക്രൈം അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയും അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന എന്താണ്? വിക്ടിമൈസേഷന് ശേഷം വിക്ടിം എടുത്ത നടപടികളിലെ പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 4ാമത്തെ ടൈപ്പിൽ ഇത് വരും. വിക്ടിമൈസേഷന് ശേഷം വിക്ടിം എടുത്ത നടപടികളെക്കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. വിക്ടിം കറക്റ്റ് സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ പ്രതികരിച്ചില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കറക്റ്റ് രീതിയിലുള്ളൊരു ഗുണങ്ങളുണ്ടായിരുന്നു, അതിൽ കൂടുതൽ ഗുണങ്ങൾ അവർ അനുഭവിച്ചു. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിക്ടിം അല്ല ഞങ്ങളുടെ മുമ്പിൽ വിക്ടിം ആകണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും തന്നെ മതത്തിൻ്റെ അധാർമികത വിളിച്ചു പറഞ്ഞ് പല സ്റ്റേജുകളും വിളിച്ചു പറഞ്ഞ്
പ്രചരിപ്പിക്കുന്ന ആളുകളാണ് എന്നതാണ് ഇതിലും വലിയ കോമഡി. ഇനിയുമുണ്ട്, സിനിമാ നടിമാർ പറയുന്നുണ്ട്, എൻ്റെ റൂമിലാരും കൊട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾ റൂമിൽ വന്ന് കൊട്ടുമ്പോൾ തുറക്കുന്നതുകൊണ്ടല്ലേ സംഭവിക്കുന്നത്. ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള വിക്ടിം ബ്ലെയിമിംഗ് ആണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വിക്ടിം ബ്ലെയിമിംഗ് തന്നെയാണ് ഇത്തരത്തിലുള്ള റേപ്പ് കൾച്ചറിന് ലെജിറ്റിമസി കൊടുക്കുന്നത് എന്ന് ഇതിലേർപ്പെടുന്ന ബുദ്ധിജീവികൾക്ക് മനസ്സിലായിട്ടില്ല. ഇവരുടെ ബ്ലെയിമിംഗ് കാരണം ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിമിന് പലപ്പോഴും ഞാനൊരു വിക്ടിം തന്നെയാണോ എന്ന ഒരു സംശയമാണ് ഉണ്ടാകുന്നത്. ഞാൻ സമയത്തിന് പ്രതികരിച്ചിട്ടുണ്ടോ, ഞാൻ സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ടോ, ഞാൻ ആർജവം കാണിച്ചിട്ടുണ്ടോ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലട്ട് ഷെയിം ചെയ്യപ്പെടുന്നു, ഇത് പുറത്ത് കൊണ്ടുവരുമ്പോൾ എൻ്റെ എഫേർട്ടിനെ ചോദ്യം ചെയ്യപ്പെടുന്നു, മറ്റുള്ളവരുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ളൊരു വിക്ടിം തന്നെയാണോ ഞാൻ. ഇത്തരത്തിലുള്ള വിക്ടിംസ് സമൂഹത്തിൽ 2 രീതിയിലാണ് ആക്രമിക്കപ്പെടുന്നത്. ഒന്ന് വേട്ടക്കാരനിൽ നിന്ന് സ്വന്തം സ്വാഭിമാനത്തിന് നേരെയുള്ള ആക്രമണം ഇവർ സഹിക്കണം. അതുകൂടാതെ തന്നെ നിങ്ങളൊരു ലെജിറ്റിമേറ്റ് വിക്ടിം അല്ല എന്ന സമൂഹത്തിൻ്റെ പഴിയും ഇവർ കേൾക്കേണ്ടി വരുന്നു. അതൊക്കെയായിരുന്നു ഇന്ന് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഏതൊക്കെ രീതിയിലാണ് വിക്ടിം ബ്ലെയിമിംഗ് ചെയ്യപ്പെടുന്നത്. 4 രീതിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. സ്ത്രീയുടെ സ്വഭാവം, സ്ത്രീയുടെ പൊതു സ്വഭാവം, സ്ത്രീയുടെ സിറ്റുവേഷൻ ആൻഡ് സ്ത്രീ ഈ ഒരു അതിക്രമത്തിന് ശേഷം അവരുടെ എഫേർട്ടിലുള്ള പോരായ്മ, ഇതൊക്കെ വെച്ചിട്ടാണ് വിക്ടിം ബ്ലെയിമിംഗ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം വിക്ടിം ബ്ലെയിമിനുള്ള കാരണങ്ങൾ എന്ത് എന്ന് നമ്മൾ നോക്കി. ഒന്ന് ഡിഫെൻസീവ് അട്രിബ്യൂഷൻ തിയറി, രണ്ടാമത്തേത് ജസ്റ്റ് വേൾഡ് ബിലീഫ്, മൂന്നാമത്തേത് ആംബിവലൻറ്റ് സെക്സിസം, നാലാമത്തേത് റേപ്പ് മിത്ത് അക്സെപ്റ്റൻസ്. അതിനുശേഷം നമ്മൾ വിക്ടിം ബ്ലെയിമിംഗ് കാരണം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം ഈയിടെയായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കുറച്ച് വിക്ടിം ബ്ലെയിമിംഗ് സംഭവങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.